ചേതന FM 90.8 കേൾക്കാം മണ്ണറിവ് നല്ലറിവ്. ഓണാട്ടുകരയുടെ കാർഷിക പൈതൃകത്തിലൂടെയുള്ള ഒരു യാത്ര. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര. ഇന്നത്തെ അതിഥി സംസ്ഥാന സർക്കാർ വനമിത്ര അവാർഡ് ജേതാവായ ഷാജു ബോൺസായി. നമസ്കാരം. നമസ്തേ. ചില ആളുകളെ കാണുമ്പോൾ, ചില മനുഷ്യരുമായി വർത്തമാനം പറയുമ്പോൾ, കുറച്ച് സമയം ഒരുമിച്ച് ചിലവഴിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം. അതിനെ എങ്ങനെ പേരിടണം, അതിനെ എങ്ങനെ വിശദീകരിക്കണമെന്നൊരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കളുടെ കൂടെ കുറേ സമയം ഈ ചേതന സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ, ചേതന റേഡിയോയുടെ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ അതൊരു അനുഭൂതിയുമാണ്. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു പുരുഷായസ് അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ പ്രകൃതിയോട് ചേർന്ന്, മണ്ണിനോട് ചേർന്ന്, ചെടികളോട് ചേർന്ന്, വൃക്ഷങ്ങളോട് ചേർന്നുള്ള ഒരു ജീവിതമാണ് അങ്ങയുടേത്. കാരണം ഞാനത് കണ്ടനുഭവിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ നടുമുറ്റത്താണ് അങ്ങ് താമസിച്ചിരുന്നത്. അവിടുത്തെ സ്ഥല സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ട് ചെടികളെ ബോൺസായി ആക്കി വീടിൻ്റെ ടെറസ് മുഴുവൻ വൻമരങ്ങളായി വളരേണ്ട മരങ്ങളെ മുഴുവൻ വളർത്തിയ ഒരാളാണ്. ISROയിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തത്. പക്ഷേ മണ്ണിലായിരുന്നു അങ്ങയുടെ മനസ്സ് മുഴുവൻ. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങ് ആ റിട്ടയർമെൻ്റ് ആനുകൂല്യം മുഴുവൻ ഒരുപക്ഷെ നഗരമുറ്റത്തെ ആ വീട് ഒരു നാട്ടിൻ പുറത്തേക്ക് പറിച്ചു നടുവാൻ വേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴങ്ങ് താമസിക്കുന്ന കിളിമാനൂർ അല്ലേ? കിളിമാനൂരിനടുത്താണ്. അവിടെ ഈ ചെടികളും ബോൺസായി ചെടികളെ മുഴുവൻ അവിടെ കൊണ്ടുപോയി അതിനെയെല്ലാം വീണ്ടും മണ്ണിലേക്ക്, ആ ബോൺസായി പരുവം മാറ്റിയിട്ട് മണ്ണിൽ യഥേഷ്ടം സ്ഥലമുണ്ടായപ്പോൾ മണ്ണിലേക്ക് അതിനെയെല്ലാം പറിച്ചു നട്ടു. അവിടെ കുളം, നാനാജാതി പക്ഷികൾ, നിരവധിയായ പൂമ്പാറ്റകൾ, ഒപ്പം തരിച്ചു കിടന്ന ഒരു പാടശേഖരൻ മുഴുവൻ സമാന മനസ്കരെ കൂട്ടി രക്തശാലി നെല്ലിൻ്റെ കൃഷി. അവിടെ നിങ്ങൾ തന്നെ അധ്വാനിക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് ഒരു നന്മയുള്ള മനുഷ്യനായി, കുറച്ചുകൂടി നന്മ വേണം എന്നാഗ്രഹിച്ച്, നല്ല വായു ശ്വസിക്കണം എന്ന് വിചാരിച്ച് താങ്കൾ വന്നു. അപ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ല. അത് ഈ പുതിയ കാലത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്തോ മാനസികമായി കുഴപ്പമുണ്ട് എന്നേ സമൂഹം കാണത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു കാലം, യാന്ത്രികമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തുന്ന, അതൊരു നിർവൃതിയായി കാണുന്ന അങ്ങയുടെ കൂടെ കുറേ സമയം ഇരിക്കുന്നത് ഒരു സന്തോഷമാണ്, ഒരു അനുഭവമാണ് എന്ന് ആദ്യം തന്നെ പറയാം. സന്തോഷം. അപ്പോൾ താങ്കളുടെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് അവസരമുണ്ടായി. അത് വളരെ വലിയ സന്തോഷത്തോടും അതിലേറെ ആഹ്ലാദത്തോടും കാണുകയാണ്, അങ്ങയെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. ഷാജു ബോൺസായി എന്നാണ് ഞാൻ അങ്ങയെ വിളിക്കുന്നത്. കാരണം ബോൺസായി ആയിട്ടാണ് അങ്ങ് വൃക്ഷങ്ങൾ കൂടുതലും വളർത്തിയത്. എന്താണ് ഇപ്പം തിരുവനന്തപുരം നഗരത്തിലെ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വേണം നമുക്ക് തുടങ്ങാൻ. എന്നിട്ട് വേണമല്ലോ നമുക്ക് കിളിമാനൂരിലേക്ക് വരുവാൻ. ഇങ്ങനെയൊരു ചിന്ത, ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ നടുവിൽ, നഗരത്തിരക്കുകൾക്കിടയിൽ ഇത്രയും വൃക്ഷങ്ങളും ഇത്രയും ഇതുപോലുള്ള ഒരു ഉപാസനയായ ജീവിതം മരങ്ങളോട് ചേർന്ന്, എന്താണ് അതിന് പ്രേരിപ്പിച്ച ഒരു ഘടകം? എന്താണ് അങ്ങനെ ഒരു ഉൾപ്രേരണയുണ്ടായത്? സർ, അത് എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ സമീപത്തുള്ള വനം എന്ന് ഒരു 8ാം ക്ലാസ്സുകാരൻ വിശ്വസിക്കുന്ന സ്ഥലങ്ങൾ, ജഡ്ജിക്കുന്ന്, മരുത്വാമല, അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണം എന്ന് പറഞ്ഞ് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. കുഞ്ഞു കുഞ്ഞ് വനങ്ങളിലൊക്കെ. ഈ വനം എനിക്ക് തന്ന ഒരു വലിയ നിർവൃതി, അറിവ്, അനുഭവം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞാൻ വളരും തോറും എൻ്റെ ആഗ്രഹങ്ങളും ഇത് വളരുകയായിരുന്നു. അപ്പോൾ ഈ മരങ്ങളെല്ലാം ശേഖരിക്കാൻ അന്നേ തുടങ്ങി. ഒരു 15കാരൻ ഒരു വിത്ത് കിട്ടിയാൽ അത് ചുമ്മാ കൊണ്ട് എവിടെയെങ്കിലും കുഴിച്ചു വയ്ക്കും. അത് എൻ്റെ ഒരിടത്ത് തന്നെ വേണമെന്നില്ല. ഞങ്ങളൊക്കെ വളരെ ദരിദ്ര കുടുംബമാണ്. കുറച്ച് വസ്തുവും കുറച്ച് ഭൂമിയും ഒക്കെ ഉള്ളവരാണ്. അയൽവക്കത്തെ വിശാലമായ പറമ്പിൽ പോലും ഞാൻ മരങ്ങൾ കുഴിച്ചു വയ്ക്കും. കാര്യം മരം അത് അവർക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, സമൂഹത്തിനും ആകെയുള്ള ഒരു സമ്പത്താണ് എന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് ചെറുതിലേ മുതൽ വന്നു. ഭാഗ്യത്തിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 10-21 വയസ്സുള്ളപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാകാൻ പറ്റി. അപ്പോൾ പിന്നെ ആഗ്രഹങ്ങൾ ചിറക് വെച്ച് പറക്കാൻ തുടങ്ങി. അത് വനയാത്രകളിലൂടെ, ഹിമാലയ യാത്രകളിലൂടെ ഒക്കെ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞത് അന്നേ എൻ്റെ ലക്ഷ്യം. ഞാനൊരു 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെടുത്തിയിരുന്ന മനസ്സിൻ്റെ സ്വപ്നം ഇതൊരു കാലത്ത് വനമാക്കും. അതിനുവേണ്ടി ഞാൻ അത് ബോൺസായി രൂപത്തിൽ, ബോൺസായി എന്ന് കാണുന്നവർ വിളിച്ചതാണ്. പക്ഷെ അതിൻ്റെ ചുവട് മുറിക്കാതെ, ശിഖരങ്ങൾ മുറിക്കാതെ, ഒരു തരത്തിൽ പറഞ്ഞാൽ മുരടിപ്പിക്കൽ തന്നെയാണ്.
അതൊരു കുഞ്ഞു പാത്രങ്ങളിൽ. അത് സ്ഥലത്തിന്റെ ദൗർലഭ്യം കൊണ്ടല്ലേ? തീർച്ചയായിട്ടും കാര്യം ലക്ഷ്യമുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഇതിനെ മാറ്റാൻ കഴിയുമെന്നുള്ള ലക്ഷ്യമുണ്ട്. അപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് കരുതിയപ്പോൾ അത് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു സംഗതിയായി മാറി. ആ മട്ടുപ്പാവിൻ്റെ മുകളിൽ കേരള ഗവർണറടക്കം എത്രയോ ഉന്നത വ്യക്തികൾ സാറും വന്നു. തീർച്ചയായിട്ടും ഞാൻ ആകാശവാണിക്ക് വേണ്ടി സാറ് എത്രയോ പ്രാവശ്യം വരികയും എന്നെ ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ വേണം ഓരോ കാര്യങ്ങളെ പറ്റി. അപ്പം ഇത്തരത്തിൽ വന്നപ്പോഴത്തേക്കും ഞാൻ കൂടുതൽ ചിന്തിച്ചു, ഇത് എന്തുകൊണ്ട് ഇത്തരം ആളുകളിൽ താല്പര്യം ഉണ്ടാകുകയും അവരെന്നെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ വളരെ വേഗം മരങ്ങളാക്കി മാറ്റണം. പക്ഷേ അതിന് കാത്തിരിക്കേണ്ടി വന്നത് 38 വർഷമാണ്. എൻ്റെ റിട്ടയർമെൻറ്റ് വരെ. കാര്യം എൻ്റെ പ്രാരാബ്ധം കൊണ്ടാണ്. പണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഉപജീവനം. എനിക്ക് എൻ്റെ കുടുംബത്തെ വളർത്തണം. കുടുംബത്തിലെ ഏക ആശ്രയം ഞാനാണ്. അപ്പോൾ അതൊക്കെ നിർവഹിച്ചതിന് ശേഷമേ ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യത്തിൽ ഇറങ്ങാൻ പറ്റൂ. വലിയ സമ്പത്തുള്ള ഒരു കുടുംബമാണെങ്കിൽ അത് വേണ്ട, അവരങ്ങ് വലിച്ചിറങ്ങാം. ഇത് കാത്തിരുന്നത് എൻ്റെ റിട്ടയർമെൻ്റ് ആയിരുന്നു. റിട്ടയർമെൻറ്റിന് സാർ 4 ലോറി ചെടികളാണ്, സാർ നേരത്തെ പറഞ്ഞ ബോൺസായികളാണ് ഞാൻ കാരേറ്റ് കുറ്റിമൂടുന്ന സ്ഥലത്ത് കൊണ്ടെത്തിച്ചത്. സ്ഥലം വാങ്ങി എത്ര സ്ഥലം? 1.5 ഏക്കർ സ്ഥലം വാങ്ങി. അതിനകത്ത് എനിക്ക് താമസിക്കാനുള്ള ഒരു വീട്. ഞാനെപ്പോഴും വീട് എന്ന സങ്കല്പം ലോറി ബക്രജി വിഭാവന ചെയ്ത ഒരു വീടാണ് എനിക്കെപ്പോഴും ഇഷ്ടം. അതിനകത്ത് യഥേഷ്ടം വായു കിട്ടണം. പകല് ലൈറ്റ് ഇല്ലാതെ വായിക്കാൻ കഴിയണം, രാത്രി ഫാനില്ലാതെ ഉറങ്ങാൻ കഴിയും. അപ്പോൾ ഇത്തരം ചിന്താഗതിയും അതിനോടൊപ്പം തന്നെ മനസ്സിൽ കൂടി കാര്യമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വീട് അവിടെ പണിയുകയും അതിൻ്റെ ആ പറമ്പ് മുഴുവൻ ഈ തരത്തിലുള്ള പലതരം മരങ്ങളുണ്ട്. ഒരു ഏരിയ മുഴുവൻ ഫുഡ് ഫോറസ്റ്റ് എന്ന് ഞാൻ വിളിക്കുന്ന ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു ഫോറസ്റ്റ്. അവിടെ എൻ്റെ സങ്കല്പം ഇതാണ്, ഏത് കാലത്ത് ഏത് സമയത്ത് ഒരു കുഞ്ഞ് അവിടെ വന്നാലും അതിനൊരു പഴം കിട്ടണം, എന്തെങ്കിലും ഒരു ഫലവർഗ്ഗം പഴം അവന് തിന്നണം എന്ന് തോന്നിയാൽ കിട്ടണം, അവന് കിട്ടണം. അതിൽ നിന്ന് അവൻ അതും തിന്നുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്, അതെനിക്ക് കാണണം. ഇത് സ്വാർത്ഥതയായിരിക്കാം. അല്ല, അത് ഒരു നന്മ വിചാരമല്ലേ, സ്വാർത്ഥതയല്ല. അപ്പം അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് സാർ സമ്പൂർണ്ണമായിട്ട് എനിക്കിപ്പോൾ പരിഹരിക്കാൻ കഴിഞ്ഞു. യാഥാർത്ഥ്യമായി. അത് അനേകം സ്കൂൾ കുട്ടികൾ അവർ വരികയും ഇതനുഭവിക്കുകയും എന്നെ നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്ന ദിവസവും എനിക്ക് വിസിറ്റേഴ്സുള്ള ഒരു സംഗതി. അതിന് താഴ്വശത്ത് വലിയൊരു കുളമുണ്ടായിരുന്നു. ആ പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ കുളിച്ചിരുന്നത് ഈ കുളത്തിൽ നിന്നാണ്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ, കുളമടങ്ങുന്ന പുരയിടത്തിൻ്റെ ഉടമസ്ഥനായിരുന്ന ആൾ കുന്നിടിച്ച് ആ കുളം നികത്തിയിട്ട് പഞ്ചായത്തിനെ പറ്റിക്കാനായിട്ട് അദ്ദേഹം കുറച്ചൊരു കിണർ വലിപ്പത്തിലുള്ള ഒരു കുളം നിലനിർത്തി. കുളമുണ്ടോ ഉണ്ട് എന്നൊരു രൂപം ഉണ്ടാക്കി. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ വീണ്ടും അവിടെ ആ കുളം പുനഃസ്ഥാപിച്ചു. ആ മണ്ണ് മുഴുവൻ വീണ്ടും നീക്കി 3-3.5 ലക്ഷം രൂപ അതിന് മുടക്കേണ്ടി വന്നു. പക്ഷേ അപ്പം മണ്ണല്ല കിട്ടിയത്, വലിയ വലിയ കോൺക്രീറ്റ് തൂണുകൾ ഒക്കെയാണ് കിട്ടിയത്. പോട്ടെ, അങ്ങനെ അപ്പോൾ അതിനകത്ത് ജീവജാലങ്ങൾ വരാൻ തുടങ്ങി. കാര്യം ഇതൊരു റണ്ണിങ് വാട്ടറാണ്, വേറൊരിടത്തുനിന്ന് പൊട്ടി വരുന്ന വെള്ളമാണ്, ഉറവയാണ്. അത് ഇതിനകത്ത് വീണ് പോകുന്ന ഒരിതിലാക്കി അതിൻ്റെ കര വനമാക്കി. ഈ ഔഷധ വൃക്ഷങ്ങൾ മാത്രം അത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഔഷധത്തോട്ടം ഉണ്ടാക്കി. പക്ഷേ സംസ്ഥാന സർക്കാർ 5 വർഷം കൊണ്ട് അതിന് വനമിത്ര അവാർഡ് തന്ന് അതൊരു കുഞ്ഞു വനമാണെന്ന് അംഗീകരിച്ചു. ഇതിൽ പരം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ജീവിതം സാർത്ഥകമായില്ലേ? അതെ. കാരണം നമ്മുടെ ഒരു വളരെ കുട്ടിയായിരുന്ന കാലത്ത് നമ്മുടെ മനസ്സിൽ നാം വിട്ട വലിയൊരു ആഗ്രഹം, അതിൻ്റെ ഒരു സഫലതയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ അനുഭവിക്കുന്നത്. അതൊരു സായുജ്യമാണ് ഇല്ലേ മനസ്സിന്. ഇതിനെ മറ്റൊരാളോട് അത് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയില്ല, ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയുകയാണ് അല്ലേ. മറ്റൊന്ന്, തിരുവനന്തപുരത്തു നിന്ന് നമ്മൾ ഇതെല്ലാം പറിച്ച് അല്ലെങ്കിൽ 4 ലോറിയിലോട് ചെടികളുമായിട്ടാണ് അങ്ങ് ഗ്രാമത്തിലേക്ക്. അപ്പോൾ ഇതെല്ലാം നട്ടു വളർത്തുക എന്നുള്ളതും വീണ്ടും ഇതിന് ബോൺസായിൽ നിന്നിത് മാറി വീണ്ടും മണ്ണിലേക്ക് വേര് പിടിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യരുടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതല്ലേ കണ്ണുകൊണ്ട്. കാരണം ഇന്നലെ വരെ വളരെ മുരടിപ്പിച്ച് നമ്മൾ അതിന് കിട്ടേണ്ടതൊന്നും കിട്ടാതെ അതിനൊരു സമ്പൂർണ്ണതയിലേക്ക് എത്താതെ ഇങ്ങനെ നിന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ തന്നെയല്ലേ അത്. ഈ ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധനാവസ്ഥയിലായിരുന്നു. അതിനും ഒരു ശ്വാസം കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നല്ലേ ശരി? തീർച്ചയായിട്ടും. കാര്യം ഞാനൊരു ബഹിരാകാശ ഗവേഷണത്തിലെ ജീവനക്കാരനായിരുന്നു. ഈ ബഹിരാകാശ ഗവേഷണത്തിനെ ഞാൻ മണ്ണിൽ കണ്ടത് ഈ ബോൺസായി മണ്ണിൽ വെച്ചപ്പോൾ റോക്കറ്റ് വേഗതയിൽ ഇത് വളരുന്നു. അതൊരു കുതിപ്പായിരുന്നു. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അത് കാണാൻ കഴിയുന്നു.
പിന്നെ അവർ പൂവിടുന്നു, കാതരുന്നു. കാര്യം അവർക്ക് അപ്പോഴേ ഇത് ആകാൻ കഴിയുന്നു, സ്വാതന്ത്ര്യം കിട്ടി. ഒരു കുഞ്ഞൻ പാത്രത്തിൽ. ഞാൻ എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ലൈഫ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ചട്ടികളെല്ലാം തന്നെ ഹെൽമെറ്റും ടയറും ഞാൻ തന്നെ നിർമ്മിക്കുന്നതും ബ്രീഫ് കേസും ഒക്കെ ആയിരുന്നു. ഇതിനകത്ത് വീർപ്പ് മുട്ടി നിന്നിട്ടാണ് ഇവർ 2-3 മാങ്ങ തന്നുകൊണ്ടിരുന്നത്. അന്നൊരു കൗതുക കാഴ്ചയായിട്ട് അത് കണ്ടത്. ഇന്ന് എൻ്റെ അയൽക്കാർക്കൊക്കെ കൊടുക്കാവുന്ന മാങ്ങ തരുന്ന മരമായി അതിന് മാറാൻ കഴിയുന്നു. അതൊരു വലിയ അനുഭവമാണ്. അത് മറ്റൊരു അനുഭവമാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു നഗരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തതും കാണാൻ കഴിയാത്തതുമായ ഒരുപാട് കാണാക്കാഴ്ചകളല്ലേ ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. ധാരാളം പക്ഷികൾ, ധാരാളം പൂമ്പാറ്റകൾ. ഇതൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാവിധമായ പക്ഷി ഈ ജാലങ്ങളുടെയും ഒരു വലിയ സങ്കേതമായി അത് മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഈ ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ മനുഷ്യൻ്റെ എൻ്റെ ഇത് മാത്രമല്ല, അവിടെ വന്നിരിക്കുന്ന പക്ഷികൾ, സാർ പറഞ്ഞതുപോലെ ചിത്രശലഭങ്ങൾ, അതിനെ പഠിക്കാൻ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഓരോ ചെടിക്കും ഓരോ ചിത്രശലഭങ്ങളുണ്ട്. ആ ശലഭം അതിൽ മാത്രം വരികയും അവിടെ മുട്ടയിട്ട് വളരുകയും ചെയ്യുന്നവരാണ്. ഇവർക്കെല്ലാം കൂടി കൂട്ടായ വേറൊരു മരവുമുണ്ട്. അതും എനിക്ക് ഇവരെല്ലാം ഒരുമിച്ച് അവിടെ വരും. അതൊരു കാഴ്ച തന്നെ. ആയിരക്കണക്കിന് മിന്നാമിനുങ്ങൾ, രാത്രിയായി കഴിഞ്ഞാൽ മിന്നാമിനുങ്ങളും ഈ ചിത്രശലഭങ്ങളും ആ മരത്തിൽ വന്നിരിക്കുന്ന കാഴ്ച. പകൽ അവരവിടുന്ന് പറന്ന് അവരുടെ ലാവണം കൊച്ചു കൊച്ചു ചെടികളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഗരുഡക്കൊടി എന്ന് പറയുന്ന ഗരുഡശലഭം, അത് ഗരുഡക്കൊടിയിലേ വന്നിരിക്കും. അവിടുന്നായിരിക്കും അതിൻ്റെ അടുത്ത സൃഷ്ടി ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് പഠിക്കാനുള്ള, ഒരുപാട് മനസ്സിലാക്കാനുള്ള, നിശബ്ദമായി നോക്കിക്കാണാനുള്ള. ആ മനസ്സോട് നമ്മളതിനെ സമീപിക്കുന്നവർക്ക് ശരിക്കും പറയാം അതൊരു വേറൊരു മായിക ലോകമാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഒരുപാട് കാണാക്കാഴ്ചകളല്ലേ നമ്മളവിടെ കാണുന്നത്. പുതിയ കാലത്ത് ഈ തിരക്കിനിടയിൽ ഒരുപക്ഷെ ഒന്ന് മാറി നിൽക്കാൻ, കാരണം അല്പം മനസ്സിൻ്റെ, കാരണം ഇത് സമ്മർദ്ദങ്ങളുടെ കാലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വ്യഥകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു മനുഷ്യരുമില്ല. ഒന്നിൽ രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ജീവിത പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ മക്കളെ കൊണ്ട്, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വ്യഥകൾ പേറിയാണ് മനുഷ്യൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ശാന്തത തേടിയുള്ള ഒരു ശാന്ത തീരമാണ് ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഈ ഇത്തിരി സ്ഥലമെന്ന് പറയുന്നത്. ധാരാളം പേർ വരാറില്ലേ? കുട്ടികൾ ധാരാളം പേര് വരാറുണ്ടെന്ന് മാത്രമല്ല, സാറ് പറഞ്ഞതുപോലെ മനസ്സിനൊരു ശാന്തതയും ഒക്കെ ആ വരുന്ന ആളുകളുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും. അവരെന്നോട് പ്രകടിപ്പിക്കും ചിലർ. കാര്യം അവരിത്തരം ഇത് കണ്ടിട്ടില്ല. നമ്മുടെ മണ്ണിൽ, നമ്മുടെ മുറ്റത്ത് ഇത്തരം മരങ്ങളുണ്ടായിരുന്നു എന്ന് അവരുടെ അപ്പൂപ്പനോ ആ അപ്പൂപ്പനോ പറഞ്ഞ അറിവ് പോലും ഈ കുഞ്ഞിനുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ല. അവിടെയും ഞാൻ ഈ ബോൺസായി രൂപത്തിൽ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയായിരുന്നു. കാര്യം ഒരാൾ മരോട്ടി എന്ന മരം കാണാൻ വരികയാണ്. അയാൾക്ക് വലിയ ആഗ്രഹം മരോട്ടി കാണണം. അയാൾ വനത്തിൽ ബന്ധപ്പെട്ടാൽ 60 അടി പൊക്കമുള്ള മരോട്ടിയുടെ ചോട്ടിൽ നിന്നുകൊണ്ട് മേപ്പെട്ട് നോക്കി ഇത് മരോട്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര ഉൾക്കൊള്ളാൻ കഴിയും, എത്ര മനസ്സിലാക്കാൻ കഴിയും? അതിൻ്റെ ഇലയൊന്ന് പൊട്ടിച്ച് മണപ്പിക്കാൻ, അതിൻ്റെ കായൊന്ന് പറിച്ച് നോക്കാൻ ഒന്നും കഴിയില്ല. പക്ഷേ എൻ്റെ ഈ കുഞ്ഞൻ ചട്ടിയിൽ നിന്നപ്പോൾ അവർക്കത് സാധിക്കും. ഇന്നത് മണ്ണിലേക്ക് വച്ചപ്പോൾ ചട്ടിയും അതും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആളുകൾ അവരുടെ വേദന മറക്കാൻ, അവരുടെ ദുഃഖങ്ങൾ മറക്കാൻ 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ ഇതിനകത്തൂടെ കറങ്ങി നടന്ന് ഓരോ കായയും പറിച്ചു തിന്ന് ഒക്കെ വരുമ്പോൾ അവർ പറയാറുണ്ട്, ഇതൊരു വേറൊരു ലോകമാണ്, ഇതൊരു അനുഭവമാണ്. ഞങ്ങൾക്ക് മൂന്നാറിൽ പോയപ്പോൾ കിട്ടിയ ഒരു സന്തോഷം ഇവിടെ കിട്ടി എന്ന് അവർ പറയുന്നു. കാര്യം അവിടുത്തെ ടെമ്പറേച്ചർ അതുപോലെയാണ്. 25-26 ഡിഗ്രിയാണ് ഇന്നലെയൊക്കെ. അപ്പോൾ അത് കുറച്ച് നഗരത്തിലേക്ക് വന്നാൽ, ബസ് റൂട്ടുള്ളവർ ഇതിലേക്ക് വരുമ്പോഴത്തേ അത് 30 വരെ ആവുകയാണ്. അപ്പോൾ ഈ ഡിഫറൻസ് അനുഭവിച്ചാലേ അറിയുള്ളൂ. അല്ല, അത് അനുഭവവേദ്യമാവുന്ന ഒരാൾക്കേ അത് മനസ്സിലാകാനും കഴിയുള്ളൂ. പിന്നെ അവിടെ ഇപ്പോൾ അതിനകത്തിൽ ഏറ്റവും ഈ ബലരാമൻ നദി തിരിച്ചുവിട്ടു എന്ന് പറയുന്നത് പോലെ ലാഭക്കണ്ണോടുകൂടി ഒരു വലിയ ജലസ്രോതസ്സിനെ മൂടുകയാണ് ഒരാൾ ചെയ്തത്. കാരണം അവിടെ അദ്ദേഹം അതിൻ്റെ ലാഭനഷ്ട കണക്കാണ് നോക്കിയത്. വിറ്റ വില ന്യൂനം വാങ്ങിയ വില സമം ലാഭം എന്നുള്ള ഇക്വേഷനിലാണ് അത് ചെയ്തത്. പക്ഷേ അങ്ങ് ആ മൂടിയ ജലാശയത്തെ അല്ലെങ്കിൽ കുളത്തെ വീണ്ടും അതിന് ജീവൻ കൊടുത്തു. ആ മണ്ണ് മുഴുവൻ മാറ്റി 3.5-4 ലക്ഷം രൂപയോളം അങ്ങ് മുടക്കി. കാരണം അവിടെ അതൊരു ഉറവക്കണ്ണി കൂടിയാണ്. എവിടെ നിന്നോ വെള്ളം അവിടെ എത്തിയിട്ട് ആ ഉറവ വീണ്ടും താഴേക്ക് ഒലിച്ചു ഒരു പ്രദേശത്തെ നനയ്ക്കുകയാണത്. ഒരു പ്രദേശത്തിൻ്റെ ആകെ എന്താ പറയുന്നത് ഈർപ്പം
നിലനിർത്തുന്ന ഒന്നായി അത് മാറുകയാണ്. അവിടെ മത്സ്യവും വളർത്തുന്നുണ്ടോ? ഉണ്ട്. ഞാനത് ചെയ്യാതെ ഒരു നീന്തി കുളിക്കുക എന്നുള്ളതായിരുന്നു ആദ്യകാലത്ത് എനിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം. അപ്പോൾ അവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ദിവസം ഇത് കാണാനായിട്ട് വരികയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഈ ഇത്രയും വലിയൊരു കുളത്തെ നിങ്ങൾ ഇങ്ങനെ മാത്രമാക്കരുത്, മീനൂടെ ഇടൂ, മീനെല്ലാം ഞങ്ങൾ സൗജന്യമായിട്ട് ഇവിടെ എത്തിക്കാം, അതും കൂടെ ഇട്ടേക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനതിന് അതൊരു നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണല്ലോ. അതും ഇപ്പം നല്ല രസമാണ്. കാര്യം ഈ അവരൊക്കെ തന്ന പലതരം നാട്ടുമത്സ്യങ്ങൾ, വരാല്, തിലോപ്പിയ, രോഹു, കട്ട്ല എന്നൊക്കെ തുടങ്ങിയ മത്സ്യങ്ങളോടൊപ്പം പല പല സാധനങ്ങൾ ഈ ഒഴുക്കുവെള്ളത്തിൽ വന്ന് അവിടെ ഇറങ്ങുന്നുണ്ട്. അതും വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ആ ഞെരടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം കരയിൽ വായും പൊളിച്ച് നോക്കി നിൽക്കുന്ന കാഴ്ച. നമുക്കൊരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ അറിയുന്ന നമുക്ക് ആഹാരവുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് സത്യം എനിക്ക് തിരുവനന്തപുരം വിട്ട് യാത്ര ചെയ്യാൻ പോലും ഉള്ള മനോവിഷമം. കാരണം ഇവരെല്ലാം ഉപേക്ഷിക്കണം, ഇവരെ അന്വേഷിക്കുന്ന സമയം ഒരു രക്ഷകനെ കാണുന്നില്ലല്ലോ എന്നായിരിക്കുമല്ലോ അവരുടെ മനസ്സ് മന്ത്രിക്കുന്നത്. ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ജീവിതം അതാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജീവിതത്തെയും അത് ഒരുപാട് സ്വാധീനിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. അന്തരീക്ഷം മാത്രമല്ല കാര്യം സാമ്പത്തികമല്ല ജീവിതം. സമ്പത്ത് എത്ര ഉണ്ടാക്കി എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ മൂല്യത്തെ നിശ്ചയിക്കുന്നത് എന്ന് കൂടുതൽ പഠിക്കാൻ ഈ വരവിന് എനിക്ക് സാധിച്ചു. അവിടെ ഞാൻ ചിന്തിച്ചത് ഇതാണ്, എന്തിന് ഇത്രയധികം ആളുകൾ ഇത് കാണാൻ വരുന്നു? തിരുവനന്തപുരത്ത് ഇത് സാധ്യമാണ്. അവർക്ക് ഇത് വേണമെങ്കിൽ പോയി വനത്തിൽ കാണാം, അല്ലെങ്കിൽ മറ്റൊരിടത്ത് കാണാം. അല്ല, ഇത് ഒരു വ്യക്തി ഈ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തിയ ഒരു ആവാസ വ്യവസ്ഥയെ ആസ്വദിക്കാനായിട്ട് അവർക്കും അവസരം കിട്ടുന്നു. അതാണ് അതിലെ പ്രാധാന്യം. അത് മാത്രമല്ല, അവിടെ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം വേണമെങ്കിൽ ഒരു ലാഭക്കണ്ണോടെ ഈ കാര്യങ്ങളെ കാണുന്ന ഒരാളിന് ഇന്നത്തെ കാലത്തെല്ലാം എനിക്കെന്ത് കിട്ടും, നമുക്കെന്ത് കിട്ടും, അതിലെന്ത് ലാഭം എന്നുള്ള ചിന്തയോടെയാണല്ലോ ഓരോ കാര്യങ്ങളെയും നമ്മൾ സമീപിക്കുന്നത്. ഇപ്പം അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്നത്. കാരണം അച്ഛനെയും അമ്മയും പോലും നോക്കുന്നതിന് ഒരു നിയമം വേണ്ടി വന്ന ഒരു നാടാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നായിരിക്കും അടുത്ത ചിന്ത. ഇപ്പം അങ്ങനെയല്ല. വേണമെങ്കിൽ അവിടെ ഒരു ഹട്ടുണ്ടാക്കാം, ചില നാട്ടുഭക്ഷണങ്ങൾ ഒരുക്കാനായിട്ട് ഒരാളെ നിർത്താം, ഒരു പശുവിനെ കൂടി വേണമെങ്കിൽ അവിടെ വാങ്ങി കെട്ടിക്കഴിഞ്ഞാൽ ഒരു നാടൻ പശുവിൻ്റെ പാല് കറന്നെടുക്കുന്നതിന് വേണ്ട അവസരം കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇതിനെ ഈ ഒരു കച്ചവടത്തിലേക്ക്, അല്ലെങ്കിൽ ആളുകളെ ആകർഷിക്കുന്ന, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇതിനെ വേണേൽ മാറ്റിയെടുക്കാം. പക്ഷേ അങ്ങയുടെ ചിന്ത അതല്ല. ഇതെല്ലാവരും വരട്ടെ, കുട്ടികൾ കാണട്ടെ, ഇതിൻ്റെ ഭാഗമാകട്ടെ, ഇങ്ങനെ നമുക്കും സാധിക്കും. നഗരമുറ്റത്ത് ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണല്ലോ കിളിമാനൂർ. അവിടെ ഇങ്ങനെ ഒരു ചെറിയ മൂന്നാർ ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന്, അതിനകത്ത് ലാഭം നമ്മളവിടെ നമുക്കൊരു ലക്ഷ്യമേ അല്ലേ? അല്ല, ലാഭത്തിനല്ല. ലാഭത്തിലുപരി സാറ് പറഞ്ഞതുപോലുള്ള ഒരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കും. ലാഭം വേണമായിരുന്നുവെങ്കിൽ എനിക്ക് ആയുർവേദ റിസോർട്ടുകാർ എത്രയോ പേര് വന്ന് സമീപിച്ചു. ഞങ്ങളിവിടെ ആയുർവേദ ചികിത്സ ഒഴിച്ചിൽ ഒക്കെ ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് തരാം. ഇങ്ങനെ എത്രയെങ്കിലും പേര്, ഞാൻ ഈ ശ്രോതാക്കളുടെ ഇതിനെ ബോറടിപ്പിക്കാൻ കൂടുതൽ കിടക്കുന്നില്ല, എത്രയെങ്കിലും പേര് വന്നു. പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത് പോലും പ്രകൃതിയിലൂടെയാണ്. ആ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഞാൻ 30 പ്രാവശ്യത്തിലേറെ വനങ്ങളിലൂടെ ശബരിമല പോയ ആളാണ്. ഈ ശബരിമല യാത്രയിലെല്ലാം എൻ്റെ തുണിസഞ്ചിക്കകത്ത് ഇരുമുടിക്കെട്ടെന്ന് പറയുന്നതിനകത്ത് മുഴുവൻ വിത്തുകളാണ്. അത് ചക്കക്കുരു കാണും, ആഞ്ഞിലി കാണും, ആഞ്ഞിലിക്കുരു കാണും, ഇങ്ങനെ വിവിധ സാധനങ്ങൾ. ഇത് കാട്ടിൻ്റെ അവിടെ എറിഞ്ഞെറിഞ്ഞാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ വിശ്വാസം ഒരു കാലത്ത് ഇത് പൊടിച്ചു പൊങ്ങും, വളരും, അത് തളിർപ്പൊളിപ്പായി മാറും. അങ്ങനെ ഇരിക്കുകയാണ് ചക്കക്കൊമ്പൻ എന്നൊരു ആനയെക്കുറിച്ച് കേൾക്കുന്നത്. അവൻ ചക്ക മാത്രമേ തിന്നുള്ളൂ അത്രേ. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, നീ എന്നോ എറിഞ്ഞ ചക്കക്കുരുവാണ് ഈ ചക്കക്കൊമ്പന് ആശ്രയമായത് എന്നുള്ളതാണ് അല്ലേ? അല്ല, ഇതാണ് ഞാനതിൽ കാണുന്നത്. അല്ലാതെ ആ ചക്കക്കുരു വിറ്റിട്ട് എനിക്ക് 50 രൂപ കിട്ടുമോ എന്നല്ല. അല്ല, മനസ്സിലായി. കാരണം അവിടെയും ശബരിമല യാത്രയുടെ ആത്മീയതയ്ക്കപ്പുറത്ത് ഒരു പരിസ്ഥിതി ബോധം, ഒരു വൃക്ഷസ്നേഹം, ഒരു പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ബാക്കി പത്രമാണത്. അല്ലെങ്കിൽ ഇത് ശേഖരിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഇതിനിടയിൽ
ഇപ്പോൾ അങ്ങയുടെ കിളിമാനൂരിനടുത്ത് അങ്ങ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് വർഷങ്ങളായി തരിച്ചു കിടന്ന ഒരു പാടശേഖരം താങ്കളും താങ്കളോട് സമാനമനസ്കരായ കുറേ പേർ ചേർന്നിട്ട് നിങ്ങളത് കൃഷിയോഗ്യമാക്കുകയും അതിൻ്റെ കൃഷിപ്പണികളെല്ലാം ചെയ്യുകയും അവിടെ രക്തശാലി നെല്ല്, ഏറ്റവും ഔഷധ പ്രാധാന്യമുള്ള നെല്ലാണ്, അത് കൃഷി ചെയ്യുകയും അത് ഇപ്പോൾ 2 പ്രാവശ്യം അല്ലേ അതിൻ്റെ വിളവെടുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതും ഒരു പുതിയ കാലത്ത്, ഈ പുതിയ കാലത്ത് അതും അരിയെന്ന് പറഞ്ഞാൽ മലയാളിക്ക് ചാക്കിൽ നിറച്ചു വരുന്ന ഈ കൊച്ചു സഞ്ചിയിൽ നിറച്ചു വരുന്ന അരിയാണ് അരി. അല്ലാതെ അതിനപ്പുറത്ത് അതും ഒരു ഫാക്ടറി ഉൽപ്പന്നം പോലാണ് കേരളീയ സമൂഹം കാണുന്നത്. അങ്ങനെയുള്ള കാലത്താണ് നിങ്ങൾ കുറേ പേർ കഠിനാധ്വാനം ചെയ്ത് ഒരു ഈ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തു എന്ന് പറയുന്ന പോലെ ഒരു പാടശേഖരത്തിന് ശാപമോക്ഷം കൊടുത്തു. അതുകൂടെ ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു. ഞാൻ തിരുവനന്തപുരം വിട്ട് അവിടെ വന്നപ്പോഴത്തേക്കും സമാന ചിന്താഗതിക്കാരായ 10 പേരെ കണ്ടെത്തുകയായിരുന്നു എൻ്റെ ആദ്യ ലക്ഷ്യം. കാര്യം ആ ചിന്താഗതി ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ലാഭമല്ല ഇവിടെയും. ഞാൻ നട്ട നെല്ലിൽ നിന്നും എനിക്ക് അരി കിട്ടുകയും ആ അരി എനിക്ക് ഭക്ഷിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു നിർവൃതിയാണ് എൻ്റെ ലാഭം. ഈ കാഴ്ചപ്പാടുള്ള 10 പേരെ സംഘടിപ്പിച്ചു. 30 വർഷം തരിശായി കിടക്കുകയല്ല, വനമായി മാറിയത് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് അതത്രയും വെട്ടിമാറ്റി അവർക്ക് അതിനുള്ള കാശ് കൊടുത്തിട്ട് ആ ഭൂമി ഞങ്ങൾ പാട്ടത്തിനെടുത്തു. ആ പാട്ടത്തിലാണ് ഈ കൃഷി കിസാൻ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയുടെ പേരിൽ, അതൊരു ഇൻ്റർനാഷണൽ ഫോറമാണ്, അതിൻ്റെ ഒരു യൂണിറ്റ് ഫോം ചെയ്ത് ആ യൂണിറ്റ് ആ കൃഷി ചെയ്യുന്നത്. അതിനകത്ത് ലാഭനഷ്ടത്തെക്കാൾ ഉപരി ഈ പറഞ്ഞ തൃപ്തി കിട്ടുന്നു. ഇപ്പോൾ അതിന് വലിയ ഡിമാൻഡായി. കാര്യം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോലും തികച്ചും ജൈവമായ മാർഗത്തിലൂടെ ഇത് കൃഷി ചെയ്യുന്നു എന്ന് സർട്ടിഫൈ ചെയ്യുകയും ഞങ്ങൾ 5 പ്രാവശ്യം ചെയ്ത കൃഷിയുടെ നഷ്ടം ഈ ഒരൊറ്റ രക്തശാലി കൊണ്ട് പരിഹരിക്കാൻ കഴിയുകയും ചെയ്തു. വലിയൊരു നേട്ടമല്ലേ? വലിയ നേട്ടമാണ്. തന്നെയല്ല, സമൂഹത്തിന് വലിയൊരു സന്ദേശം കൂടിയാണ്. അത് ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ വെറുതെ വർത്തമാനത്തിലല്ലോ കൃഷി വേണ്ടത്, പ്രവൃത്തിയിലാണ് കൃഷി വേണ്ടത്. അപ്പം അതും ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഈ കിളിമാനൂരിലേക്കുള്ള പറിച്ചുനടീലിൻ്റെ ഒരു നന്മയാണ് ആ പാടശേഖരത്തിന് കിട്ടിയ ഒരു ശാപമോക്ഷം. അതിലൂടെയും നല്ല രക്തശാലി പോലെയുള്ള നല്ല അരി ഉൽപ്പാദിപ്പിക്കുവാനും അത് കഴിക്കുവാനും അത് നമുക്ക് ഒരു മരുന്ന് പോലെ പ്രയോജനപ്പെടുകയും ചെയ്യുകയാണ്. പിന്നെ വേറൊന്ന് നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ശരിക്കും അങ്ങ് ഈ ചെയ്തേക്കുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് ഒരു പക്ഷേ എത്രമാത്രമാണെന്ന് അങ്ങ് വിചാരിക്കുന്നതിനും അപ്പുറത്താണ്. അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ, അതിനെ ഒന്ന് ഏതെങ്കിലും ഒരു പുസ്തകത്താളുകളിലോ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും ഒരു പൈസ രീതിയിലോ നമുക്ക് ഒതുക്കി വെക്കാൻ കഴിയില്ല. അതിനപ്പുറത്താണ് അതിൻ്റെ മൂല്യം. കാരണം സുഹൃത്തുക്കൾ തന്നെ ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ വീട്ടുകാർ ചോദിക്കാം, ISROയിലെ 3 പതിറ്റാണ്ടിലേറെ കാലത്തെ നിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചപ്പോൾ കിട്ടിയ പണം മുഴുവൻ കൊണ്ടുപോയി നീ ഈ മരത്തിനും മണ്ണിനും വേണ്ടി ചെലവഴിച്ച് ദുർവ്യയം ചെയ്തല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങയുടെ ഈ കിളിമാനൂരിലെ വലിയ പ്രകൃതിയോട് ചേർന്ന ഈ മനസ്സും ഈ ചെറിയ ലാറി ബക്കർ വിഭാവന ചെയ്ത വീടും ഈ കുളവും ഈ പരിസരവും അതിനോട് ചേർന്ന വയലുമെല്ലാം. അപ്പോൾ അതിന് ഉള്ള മറുപടി അതാണ് അല്ലേ? അവരോട് അങ്ങ് പറഞ്ഞ മറുപടി കാണുമല്ലോ. ഞാൻ അവരോട് ഈ ചോദ്യം എൻ്റെ വീട്ടുകാരി അടക്കം, കൂട്ടുകാരെ 2ാമതാക്കാം, നാട്ടുകാരെ 3ാമതാക്കാം, അവരടക്കം ചോദിച്ചു, ISRO ഇത്രയും നിനക്ക് വാർദ്ധക്യകാലത്ത് ജീവിക്കാൻ, സുഖമായി ജീവിക്കാൻ, അവർ പറഞ്ഞ വാക്കതാണ്, ഞാനല്ലേ തന്നത്, അതിനെ നീ എന്തിനാ മണ്ണിൽ കുഴിച്ചു വെച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു പാസ്ബുക്കിൽ കുറിച്ച് വയ്ക്കാമായിരുന്നു എനിക്ക്. ഞാൻ കൊണ്ടുവന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫായിട്ടത് FD ആയി അവിടെ ഇരിക്കും. പക്ഷെ അത് കാണാൻ ഒരാളും വരില്ല, അത് കാണാൻ ഒരു സ്കൂൾ കുട്ടിയും വരില്ല. ഇന്നൊരു 4ാം ക്ലാസ്സുകാരി എൻ്റെ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകാൻ ആ പാസ്ബുക്ക് കണ്ടാലാവില്ല. അത് സൃഷ്ടിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതൊരു വലിയ തെറ്റാണെങ്കിൽ ആ തെറ്റിനെ ഞാൻ സദയം സ്വീകരിക്കും. ശരിക്കും അവിടെ വന്ന് കണ്ടിട്ട് ആരെങ്കിലും ഇനി ഒരിക്കൽ കൂടി വരണം എന്ന് പറഞ്ഞു പോയവരും കാണത്തില്ലേ? ഇപ്പോഴും ധാരാളം പേര് അവിടെ സ്ഥിരമായി വരുന്ന, ഞാൻ അവരെ എല്ലാം വിളിക്കുന്ന എൻ്റെ മരബന്ധുക്കളെന്നാണ്, വൃക്ഷബന്ധുക്കൾ. അവരെ ഒരിക്കലല്ല എത്രയെങ്കിലും, പിന്നെ അത് ആ ബന്ധുത്വമാവുകയാണ്. അവരുടെ വിവാഹങ്ങളിൽ, അവരുടെ മരണം, എല്ലാ കാര്യത്തിലും ഞാനും പങ്കാളിയാകേണ്ടി വരുന്നു. നമ്മളൊരു കുടുംബ സുഹൃത്താക്കി മാറ്റുകയാണ്. അപ്പം ഇതിനകത്ത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ലല്ലോ, സ്ഥലമില്ല, കാലദേശഭേദമൊന്നുമില്ല. അവരെല്ലാം വരുന്നുണ്ട്. അവരനേകം പേര് വീണ്ടും വരുന്നുണ്ട്.
അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ, സാറ് പറഞ്ഞതുപോലെ വൃക്ഷബന്ധുക്കളുടെ ഒരു സമൂഹം നമ്മളോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ്. ഈ ആദ്യം ഇത്രയും പണം മുടക്കിയതിൽ ഒരുപക്ഷെ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും ഏത് വിജയത്തിന് പിന്നിലും ഒരു പുരുഷനോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടാവും, ഒരു പതനത്തിലും ഒരു സ്ത്രീ ഉണ്ടാവും. ഇപ്പോൾ അങ്ങയുടെ വിജയത്തിന് പിന്നിൽ അങ്ങയുടെ തീർച്ചയായിട്ടും അങ്ങയുടെ സഹധർമ്മിണി എങ്ങനെയൊക്കെയാലും നമ്മളോടൊപ്പം ഉണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്തിൽ ഇപ്പോൾ സഹധർമ്മിണി എന്ത് പറയുന്നു? അയ്യോ, വളരെ തൃപ്തയാണ്. അവർക്ക് നഗരജീവിതം, ഫ്ലാറ്റിലാണ് മോള്. അപ്പോൾ ഫ്ലാറ്റിലെ ജീവിതം എത്ര ദുഷ്കരമാണ് എന്ന് ഇപ്പം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോകണ്ട കാര്യം, ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ, സന്തോഷം അങ്ങനെ, അവിടുന്ന് കഴിക്കുന്ന ആഹാരങ്ങളുടെ രുചി ഒന്ന് വേറിട്ടതാണ്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഫ്ലാറ്റിൽ അടച്ചിട്ട മുറിയിൽ കിട്ടുന്ന ജീവിതം തൊടാതല്ലേ വളരുന്നത്, കാല് മണ്ണിൽ പതിയുന്നില്ല. അപ്പോൾ ആ ജീവിതത്തിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി വളരെ അത് എൻജോയ് ചെയ്യുന്നു. മക്കളും അതെ, അവരും ഇപ്പോൾ ഫ്ലാറ്റ് എന്ന ജീവിതമല്ല, ഇതാണ് ജീവിതം എന്നവർക്ക് ബോധ്യപ്പെടുന്നു. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അവിടെ നിന്ന് കിട്ടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷം. കാരണം എനിക്ക് തോന്നുന്നു മറ്റൊരാൾ, ഒരുപാട് പേർക്ക് പങ്കുവെക്കാൻ കഴിയാത്ത ചില വിശേഷങ്ങളാണ് അങ്ങ് പങ്കുവെച്ചത്. വെറും മരം, വൃക്ഷം മാത്രമല്ല, അതിനപ്പുറത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയേക്കൊരു സുഹൃതമേകുന്ന, മനുഷ്യ മനസ്സുകൾക്ക് സാന്ത്വനമേകുന്ന ഒരു നന്മയാണ്. ഈ നന്മ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു മരം നടാൻ, വീട്ടുവളപ്പിൽ ഒരു കിളിമരം നടാനുള്ള മനസ്സ് ആർക്കെങ്കിലും ഉണ്ടാകുന്നുവെങ്കിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചേതന റേഡിയോ സംതൃപ്തമാണ്. അങ്ങേക്ക് ഞങ്ങളുടെ നന്ദി, നമസ്കാരം.